ഹലോ ഗെയ്സ്, ഇന്നൊരു വോട്ടിംഗ് ഡേ ആണ്. വോട്ട് ചെയ്യാനുള്ള തിരക്ക് പിടിച്ചൊരു ദിവസമാണിന്ന്. അപ്പോൾ അതിന് പോകാനുള്ള തയ്യാറെടുപ്പിൽ രാവിലെ എഴുന്നേറ്റ് വന്ന് പുറത്തേക്ക് നോക്കി നിന്നപ്പോഴുള്ളൊരു വ്യൂ ആണിത്. രസമാണല്ലേ രാവിലത്തെ വ്യൂ കാണാൻ? അടിപൊളിയാണ്. വ്യൂ നോക്കി നിന്നാൽ നമ്മൾ നോക്കി നിൽക്കലേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, വോട്ട് ചെയ്യാൻ പോകേണ്ടതല്ലേ, വേഗം പോയിട്ട് നമുക്ക് നമ്മളെ പണികൾ കഴിക്കാം. ഓക്കെ, പണികൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെയും പുറത്ത് വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുക. കാരണം നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇങ്ങനെ നിന്ന് പോയതാണ്. എന്തായാലും അധിക സമയം അവിടെ നിന്നാൽ ശരിയാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പണികൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം പോയിട്ടൊന്ന് നോക്കാം എന്തെല്ലാം ആദ്യം ചെയ്യണം എന്നൊന്ന് നോക്കിയിട്ട് വരാം നമുക്ക്. ഇത് എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. അപ്പോൾ ആദ്യം ചായക്കുള്ള വെള്ളം വെക്കണം, പിന്നെ ചോറിനുള്ള വെള്ളം വെക്കണം. ഇതൊക്കെ ചെയ്ത് വെച്ച് പോയാൽ പിന്നെ വന്നാൽ വെറുതെ ഇരുന്നാൽ മതിയല്ലോ. മറ്റത് അവിടെ പോയി വെയിലത്ത് നിന്ന് തളർന്ന് വാടി വന്ന് പിന്നെയും വീട്ടിലെത്തി കുറേ പണിയെടുക്കണ ആവശ്യം എന്താ? അപ്പോൾ ആദ്യമൊക്കെ കഴിച്ച് വെച്ച് പോയാൽ പിന്നെ സമാധാനത്തിൽ വന്നിരുന്നൂടെ. അപ്പോൾ ഇപ്പോൾ സമയം 6:10. ഒരു 8:30 ആകുമ്പോഴത്തേന് ഇവിടുന്ന് വോട്ട് ചെയ്യാൻ ഇറങ്ങണം. എന്നാലേ വെയിലാവണതിൻ്റെ മുന്നേ കീച്ചിലായി പോരാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചായപ്പരിപാടി നോക്കാം. ചായക്കുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അടുപ്പത്ത് വേറെ വക ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുട്ടക്കറിയും ഭൂരിയും ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. ഒരടുപ്പത്ത് ചായക്കുള്ള വെള്ളം, ഒരടുപ്പത്ത് ചോറിനുള്ള വെള്ളം. ചായക്കുള്ള വെള്ളം തിളച്ചാൽ അത് നമ്മൾ ഫ്ലാസ്കിലാക്കി വെക്കും. ബാക്കി വെള്ളം എടുത്ത് നമ്മൾ ഭൂരിക്കുള്ളത് കുഴച്ച് വെക്കും. അത് റെഡിയായി കഴിഞ്ഞാൽ ചോറ് വെക്കും. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ചായക്കുള്ള സംഭവങ്ങൾ റെഡിയാക്കാം. ഭൂരിയും മുട്ടക്കറിയും ഒക്കെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഭൂരിക്കുള്ള മാവ് കുഴക്കാൻ പോവാണ്. മൈദ ഇട്ട് കുഴച്ച് റെഡിയാക്കിയിട്ട് അവിടെ മാറ്റി വെക്കാം. എന്നിട്ട് മുട്ടക്കറിക്കുള്ള പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. അതൊരു സൈഡിൽ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്, അതൊരു സൈഡിൽ അവിടെ ഇരുന്നിട്ട് ആവട്ടെ. അപ്പോൾ അതവിടെ ആകുമ്പോഴേക്കും ഇത് കുഴച്ച് മാറ്റി വെച്ചാൽ മതിയല്ലോ. ഉള്ളി, തക്കാളി, ബാക്കി സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചാമ്പി കുഴച്ച് ഉരുളാക്കിയിട്ട് മാറ്റി അവിടെ വെച്ചതാണിത്. ഇനി മുട്ടക്കറി ഒക്കെ സംഭവങ്ങളൊക്കെ സെറ്റാക്കിക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ ഇതും ഒരു തലക്കിൽ അങ്ങനെ നടത്തിക്കൊണ്ട് പോന്നിരുന്നു, അല്ലാണ്ട് ശരിയാവില്ല. എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം രാവിലെ ആരും എഴുന്നേൽക്കാത്ത കാരണം ഞാൻ ഒറ്റയ്ക്കാണ് എല്ലതും ആക്കിയത്. അപ്പോൾ വീഡിയോ എടുത്തുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലതും കൂടെ അതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കുന്നതൊക്കെ മിസ്സായിപ്പോയി. ബാക്കിയെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭൂരി അതാ പൊരിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതങ്ങോട്ടായി ചായ അങ്ങോട്ട് കുടിച്ചാലേ സമാധാനത്തിൽ പോയി നിൽക്കാമല്ലോ. നേരം വൈകിയാൽ നമുക്ക് ബേജാറില്ലല്ലോ. സാവധാനം വോട്ട് ചെയ്ത് വന്നാൽ മതി. അതൊക്കെ വിചാരിച്ചിട്ടാണ് പരിപാടിക്ക് നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീൻ, ഇവിടെ പുതിയാപ്ലക്കോര എന്ന് പറയും, ആ മീൻ വെട്ടി വൃത്തിയാക്കി കായം തേച്ച് അങ്ങോട്ട് മാറ്റി വെക്കുക. വന്നിട്ട് പൊരിച്ചാൽ മതി. ഫ്രിഡ്ജിലാണ്ട് കയറ്റിയാൽ പിന്നെ വന്നാൽ പൊരിച്ചാൽ മതിയല്ലോ, വേറെ പണിയൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ആ പരിപാടിയും അവിടെ കഴിഞ്ഞു. ബാക്കിയുള്ളത് ചോറിൻ്റെ പരിപാടിയാണ്. ചോറിനുള്ള വെള്ളം തിളച്ച് മറിയുന്നുണ്ട്. അതിലേക്ക് ചോറ് വെക്കണ്ട കേട്ടോ, ഇന്നലത്തെ ചോറ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് ഊറ്റി എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അതാണ്ട് ചെയ്യുക എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ ഇട്ടിരിക്കുകയാണ്. പിന്നെ ചായ കുടിക്കാനിരുന്ന് ഇനി വോട്ടിങ്ങിന് പോവാണ്. അപ്പോൾ അവിടുത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് വോട്ട് ചെയ്യാൻ പോവാണ്. വോട്ട് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരക്കുണ്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്തായാലും പോയി നോക്കാം. വോട്ട് ചെയ്യുമ്പോൾ പോകുമ്പോൾ അങ്ങനെയാണല്ലോ, 1.5 മണിക്കൂർ പോസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കണം. എന്തായാലും അത്രയൊന്നും നേരം നിൽക്കേണ്ടി വന്നില്ല. വേഗം തന്നെ വോട്ട് ചെയ്തിട്ട് അവിടെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അവിടെയൊക്കെ കാണിക്കുമ്പോൾ അതിനൊരു സ്പേസ് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും വോട്ട് ചെയ്ത് വന്ന് വീട്ടിലെത്തി. എൻ്റെ കറി അതാ തിളച്ചും കൊണ്ടിരിക്കുന്നു. അതും ഫ്രിഡ്ജിലുള്ള ഇന്നലത്തെ കറി കേട്ടോ, അതും തിളപ്പിച്ച്. മീൻ ഫ്രൈ ചെയ്യാൻ ഒരു ഭാഗത്ത് ഇതാ മാറ്റി വെച്ചിരിക്കണ്, അതും കൂടെ അങ്ങോട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ചട്ടിയിൽ അത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ച് അത് ഫ്രൈ ചെയ്താണ്ട് മാറ്റി വെക്കാം.
എനിക്കെന്ന് പറഞ്ഞാൽ എല്ലാ പണികളും കഴിഞ്ഞിട്ട് വേണം എല്ലായിടത്തേക്കും പോകാൻ. അതാണ് എൻ്റെ ഒരു ശീലമല്ല, അതാണ് ഏറ്റവും നല്ലത്. പിന്നെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര മടിയാണ്, ഒന്നിനും തോന്നൂല. അപ്പോൾ ഒക്കെ സെറ്റാക്കി വെച്ചാൽ നമുക്ക് സമാധാനം പോലെ പോയി വരാമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ചു വാരി തുടച്ചിട്ടില്ല കേട്ടോ, തുടക്കലൊക്കെ നല്ല കഴിച്ചതാണ്. അപ്പോൾ ഇന്ന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അപ്പം ഇന്ന് തുടക്കാനൊന്നും പോയിട്ടില്ല. അപ്പോൾ അതും കഴിഞ്ഞിരിക്കണം, സമാധാനം പോലെ പോയി വരണം. അതാണ് എൻ്റെ ഒരു അത്. അപ്പോൾ വെയിലും കൊണ്ട് ക്ഷീണിച്ച് തളർന്ന് വന്ന് പിന്നെയും പണിയെടുത്ത്. പിന്നെ ഒന്നാമത് എന്താണെന്നറിയാം, ഈ തലവേദനൻ്റെ അസ്കിത കുറച്ച് കൂടുതലാണ്. എവിടെ പോയി വന്നാലും തലവേദന. അപ്പോൾ പിന്നെ ഇവിടെ പോയി വന്നാലും അത് തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ എല്ലാണ്ട് സെറ്റാക്കി വെച്ചിട്ട് പോയി വന്നാൽ സമാധാനമാണ്. അപ്പോൾ പോയി വന്ന ക്ഷീണം മാറ്റാൻ ഒരു ഷെയ്ക്കായാലോ. അപ്പോൾ നമ്മൾ ഓറിയോ ഷെയ്ക്ക് അടിക്കാൻ പോവാണ്. അങ്ങനെ ഓറിയോ ബിസ്ക്കറ്റും പാലും പഞ്ചസാരയും ഒക്കെ ഇട്ട് നമ്മളൊരു ഷെയ്ക്ക് അങ്ങോട്ട് അടിച്ച് അതങ്ങോട്ട് കുടിച്ചപ്പോൾ എന്തായി, പള്ളം അങ്ങോട്ട് ഫുള്ളായി. പിന്നെ വേറെ ഒന്നിനും ആവശ്യമില്ല, ഇനിയിപ്പോഴൊന്നും ആവശ്യമില്ല. അതാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ എല്ലാതാണ്ട് സെറ്റാക്കി വെച്ചാൽ പിന്നെ ഞാൻ എപ്പോഴെങ്കിലൊക്കെ വിശക്കുകയാണെങ്കിൽ എടുത്ത് ചോറ് തിന്നാൽ മതിയല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് കന്നിയോട്ടുള്ളവരും അല്ലാത്തവരും വോട്ട് ചെയ്തവരും ഒക്കെ ഒന്ന് പറയാം. വീഡിയോ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.